വയനാട് കോട്ടത്തറ പഞ്ചായത്തിലെ വെണ്ണിയോട് ടൗണിനെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് കനത്ത മഴയിൽ അപകട ഭീഷണിയിലാണ്. വെണ്ണിയോട് പുഴയിൽ പാർശ്വഭിത്തി ഇല്ലാത്തതാണ് റോഡിന്റെ വശങ്ങൾ ഇടിയാൻ കാരണം. ഇതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. സുർജിത്ത് അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കനത്ത മഴയിൽ അപകട ഭീഷണിയുള്ള ഒരു റോഡിൻ്റെ സ്ഥിതി കാണിക്കുകയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വെണ്ണിയോടാണ്. വെണ്ണിയോട്ടിൽ നിന്ന് നേരെ ചെന്നലോട് ഭാഗത്തേക്കും പടിഞ്ഞാറത്തറയിലേക്കും അതോടൊപ്പം തന്നെ കമ്പളക്കാട്ടേക്കും കൽപ്പറ്റയിലേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ധാരാളം വാഹനങ്ങൾ KSRTC ബസ്സുകളടക്കം ഈ മേഖലയിലൂടെ പോകുന്നുണ്ട്. ഒരു വർഷം മുമ്പാണ് ഈ റോഡിൻ്റെ ഇവിടെ സൈഡ് വാൾ പൂർണ്ണമായും സൈഡ് വാൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ഇവിടെ സൈഡ് വാൾ കെട്ടിയിട്ടില്ല. അത് ഇടിഞ്ഞ് പോകുന്ന ഒരു അപകടകരമായ ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല ഈ റോഡിൻ്റെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയതാണ്. നമുക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കാണാം. ഇതിനോട് സമാന്തരമായി തന്നെ, അതായത് ഈ പൊട്ടലുണ്ടായ ഭാഗത്ത് തന്നെ അതിൻ്റെ മറുഭാഗം വിണ്ട് ഇട്ടുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് വിണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ച് വലിയ അളവിലുള്ള ഒരു ആശങ്ക ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത്രയ്ക്കധികം വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് ഈ ജല വിതരണത്തിനായുള്ള 2 പമ്പ് ഹൗസുകളുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം തൊട്ടടുത്ത് കാണുന്ന ആ പാത എന്ന് പറയുന്നത് പടിഞ്ഞാറത്തറയിലേക്ക് മറ്റും പോകുന്ന ആ ഒരു പാതയാണ്, ആ പാലമാണ്. അതിൻ്റെ തൊട്ടടുത്തായി 2 പമ്പ് സെറ്റുകൾ ഇരുകരകളിലുമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ കുത്തൊഴുക്ക് ഇവിടെയുണ്ട്. അതിനാൽ തന്നെ അത്രമാത്രം വലിയ ആശങ്ക ഈ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. ഇവിടെയുള്ള ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ആളുകൾക്ക് വെണ്ണിയോടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏക മാർഗ്ഗമാണിത്. ഇത് മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ കുത്തൊലിച്ച് വരുമ്പോൾ ഇത് പൊട്ടി ഒലിച്ചു പോകുമെന്നുള്ളൊരു ആശങ്കയിലാണ് ജനങ്ങൾ മൊത്തം ഉള്ളത്. ഇതിപ്പോൾ PWDയുടെ റോഡാണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ട് വെച്ച് ഇതിൻ്റെ ടാറിങ് പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഇവിടെയും അതുപോലെ തന്നെ തൊട്ട് 1 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ വേറൊരു സ്ഥലത്തും ഇതുപോലെ തന്നെ പൊട്ടുന്നുണ്ട്. ഈ 2 സ്ഥലങ്ങളിലേക്കും സൈഡ് ഭിത്തി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കരാറുകാർ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അർദ്ധരാത്രിയിൽ അവർ സാധനങ്ങൾ റിട്ടേൺ കൊണ്ടുപോയി. അതെന്തിൻ്റെ പിൻബലത്തിലാണ് കാര്യങ്ങളൊന്നും ജനങ്ങൾക്കറിയില്ല. ജനങ്ങളെല്ലാവരും ആശങ്കയിലാണ്. നേരത്തെ ഈ കരാറുകാർ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പാർശ്വഭിത്തി ഇല്ലാതെ റോഡിൻ്റെ നവീകരണം പൂർത്തിയാക്കിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ പഞ്ചായത്ത് ഉൾപ്പെടെ ഈ അപകടകരമാണ് ഈ റോഡ് എന്നുൾപ്പെടെയുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇതിൻ്റെ അടിയിൽ എത്രമാത്രം അപകടകരമാകും അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പുഴ ഇതിന് ഉള്ളിലേക്ക് കയറി വന്ന ഒരു സാഹചര്യം, അതിൻ്റെ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പരിശോധന വേണ്ടതാണ്. കാരണം ധാരാളം വാഹനങ്ങൾ പോകുന്നതാണ്. ഒരു പക്ഷേ ഇത് പൊട്ടിയാൽ ഇവിടെ നിന്നും ഈ റോഡ് മുറിച്ച് നേരത്തെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് തന്നെ ഇതുപോലെ സമാനമായ രീതിയിൽ റോഡ് പൊട്ടി ഒലിച്ചു പോയൊരവസ്ഥയുണ്ട്. വെള്ളം തള്ളി അപ്പുറത്തേക്ക് വന്നാൽ ഈ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരും. ധാരാളം കൃഷിയൊക്കെയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ വലിയ ആശങ്ക പങ്കുവയ്ക്കുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.